നമസ്കാരം. ഒരു കമ്മ്യൂണിറ്റി ഹാള് വരുന്നുണ്ട്, ഒരു ഡിസാസ്റ്റർ മെമ്മോറിയൽ. നിങ്ങൾ എന്തിനാണ് എപ്പോഴും എൻ്റെ കൂടെ നടക്കുന്നത്? ഇത് മലയാളത്തിൻ്റെ മമ്മൂട്ടി വയനാട്ടിലെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി കെ റഫീഖിനോട് പറഞ്ഞതാണ്. മമ്മൂട്ടി എന്തുകൊണ്ട് വയനാട്ടിൽ ജനങ്ങളുടെ പണം കൊണ്ട് നിർമ്മിക്കുന്ന ഈ ടൗൺഷിപ്പ് കാണാൻ പോയി എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് മാത്രമല്ല, ദുരിതാശ്വാസ നിധിയിലേക്ക് 1 രൂപയെങ്കിലും കൊടുത്തിട്ടുണ്ട ഏതൊരു വ്യക്തിക്കും അവിടെ പോയി കാണാനുള്ള അവകാശമുണ്ട് എന്നാണ് ഉത്തരം. നമ്മുടെ അറിവിൽ ഈ ദുരന്തം നടന്ന ആ തുടക്ക സമയങ്ങളിൽ ആദ്യം തന്നെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം പ്രഖ്യാപിച്ച പലരിൽ നൂറുകണക്കിന് ആളുകളുണ്ട്, ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതിലൊരാൾ മമ്മൂട്ടിയാണ്. അന്ന് 20 ലക്ഷം രൂപ അദ്ദേഹം സംഭാവന ചെയ്തിരുന്നു. മോഹൻലാൽ 25ആണ്. അതിനുശേഷവും അദ്ദേഹം കൊടുത്തിരുന്നു എന്നാണ് അറിവ്. പക്ഷേ എത്രയെങ്കിലും ആയിക്കോട്ടെ, ചിലപ്പം 50 ലക്ഷം ആവാം, അല്ലെങ്കിൽ 1 കോടി ആവാം. ഇനി 1 രൂപയെ മാത്രമേ ഉള്ളെങ്കിലും അദ്ദേഹത്തിന് അവിടെ പോയി കാണാനുള്ള എല്ലാ അവകാശമുണ്ട്. അദ്ദേഹത്തിന് മാത്രമല്ല, ഏതൊരു മലയാളിക്കും ഇന്ത്യക്കാരനും ഒക്കെ, അതായത് ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുത്തിട്ടുള്ള ആൾക്കും അല്ലാത്ത ആൾക്കും കാണാം. കാരണം എന്താണ് അവിടെ ജനങ്ങളുടെ പണം കൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നറിയാനുള്ള ഒരു സാധാരണ നികുതിദായകൻ്റെ അവകാശമാണ്. ഒരുപക്ഷേ അദ്ദേഹം അതുകൊണ്ടായിരിക്കാം അവിടെ പോയത്. അല്ലെങ്കിൽ തന്നെ അദ്ദേഹം കലാകാരനാണ്, കലാകാരന്മാർക്ക് സമൂഹത്തിനോട് പ്രതിബദ്ധതയുണ്ട് എന്നൊക്കെയാണല്ലോ ഇടതുപക്ഷം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം അവിടെ പോയി അതൊരു പാർട്ടി പരിപാടിയാക്കാനാണ് ഈ ഇടതുപക്ഷം നോക്കിയത്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒട്ടി വയനാടിൻ്റെ ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ കൂടെ പോവുകയും, അദ്ദേഹത്തിന് ഏതാണ്ട് നരേന്ദ്രമോദിന് തന്നെ പ്രായമാണ് മമ്മൂട്ടിക്ക്. അപ്പോൾ അത്രയും പക്വതയുണ്ട്. അദ്ദേഹത്തിന് മനസ്സിലായി ഇതിങ്ങനെ ഒട്ടി നിൽക്കുകയാണെങ്കിൽ ഇത് CPMന് വേണ്ടി ഞാൻ വന്നു എന്ന തരത്തിലായിരിക്കും ഇത് ആളുകൾ എടുക്കുക, അത് മറ്റു വിമർശനം വരുത്തി വെക്കും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് എപ്പോഴും എന്നെ ഒട്ടി നിൽക്കുന്നതെന്ന്. ഇപ്പോൾ അതിൻ്റെ പേരിൽ CPM ഈ സൈബർ പോരാളികൾ അദ്ദേഹത്തിനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ മതവിശ്വാസികൾ അടക്കമുള്ളവരുണ്ട്. രാഷ്ട്രീയമായിട്ട് കണ്ടുകൊണ്ട് മമ്മൂട്ടി വെറും നടൻ, അവിടെ പോയി കാണുന്നത് എന്തിനും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, സർക്കാരല്ല, സർക്കാരിൻ്റെ പണമല്ല, സർക്കാരിൻ്റെ പണം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പണമാണ്. ഇതിൽ പക്ഷേ ഒരു പ്രത്യേകതയുള്ളത്, ജനങ്ങൾ ഈ ഫണ്ടിന് വേണ്ടി കൈ അയച്ച് സഹായിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് രാഷ്ട്രീയമായിട്ട് കാണാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം അവസരങ്ങളിൽ PR വർക്ക് വളരെ മോശമാണ് ഇവിടുത്തെ BJPയുടെ. ഇതിൽ ഏറ്റവും സുന്ദരമായിട്ട് രാഷ്ട്രീയം കളിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് BJP ആണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഈ ടൗൺഷിപ്പിൽ പണിയുന്ന ഓരോ വീടിനും ഏതാണ്ട് 22 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷം, പോട്ടെ 30 ലക്ഷം എന്ന് തന്നെ കണക്കാക്കുക. അത്രയും വന്നിട്ടില്ല എന്ന് നമുക്കറിയാം. 30 ലക്ഷമായിട്ട് തന്നെ കൂട്ടുക. അങ്ങനെ നോക്കിയാലും ഉത്തർപ്രദേശ് 10 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം വാർത്തയാക്കിയതാണ്. 10 കോടി രൂപ കൊണ്ട് എത്ര വീട് പണിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 33 വീട്, ഈ തുക അനുസരിച്ചാണെങ്കിൽ 33 വീടും പണിയാം, ബാക്കി കുറച്ച് പണം മിച്ചവും കാണും. അപ്പോൾ യോഗി ആദിത്യനാഥിന് ഈ ടൗൺഷിപ്പ് എന്ന് കണ്ടാലും ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ പ്രബുദ്ധർ എന്തായിരിക്കും പറയുക? യോഗി ആദിത്യനാഥാണ് മമ്മൂട്ടിക്ക് പകരം അവിടെ പോയി ഇത് കാണുന്നത് എങ്കിൽ അയാൾക്കെന്ത് കാര്യം? അയാളെന്തിനാണ് ഇവിടെ വന്ന് കാണുന്നത്? അയാൾ കേൾക്കാത്ത ചീത്തയൊന്നും കാണില്ല. അത്രമാത്രം പ്രബുദ്ധർ അവരുടെ നിലവാരം കാണിക്കും. പക്ഷേ എന്നാൽ അദ്ദേഹത്തിനത് വന്ന് കാണാനുള്ള എല്ലാ അവകാശമുണ്ട്. കാരണം ആ സർക്കാർ, ഉത്തർപ്രദേശ് സർക്കാർ 10 കോടി രൂപ കൊടുത്താണ്. ഇവിടുത്തെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞതിന് മറ്റൊരു സംസ്ഥാനം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഈ വീട് വെക്കാൻ വേണ്ടി തന്നതാണ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് പറയാം. അപ്പോൾ ആ ഒരു അവകാശം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് വന്ന് കാണാം. ഇനി മധ്യപ്രദേശ് മുഖ്യമന്ത്രിക്കും വന്ന് കാണാം. അവർ 20 കോടിയാണ് കൊടുത്തത്, അതായത് ഉത്തർപ്രദേശ് കൊടുത്തതിൻ്റെ ഇരട്ടി. അപ്പോൾ 66 വീട് എൻ്റെ പണം ഞങ്ങളുടേതാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പണം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയില്ല. ഇവരെ കണക്ക് അത്ര നിലവാരമില്ലാത്ത PR വർക്കൊന്നും ചെയ്യില്ല. പക്ഷേ വേണമെങ്കിൽ ഇതൊക്കെ ആവാം. മധ്യപ്രദേശിനാവാം, ഉത്തർപ്രദേശിനാവാം, അതേപോലെ തന്നെ മഹാരാഷ്ട്രയ്ക്കാവാം. കോൺഗ്രസ്സുകാരുടെ 10 കോടിയെപ്പറ്റി മാത്രം എല്ലാവരും തള്ളി മറിക്കുന്നുണ്ട്. കർണാടക കൊടുത്ത 10 കോടി, അതിനെപ്പറ്റി രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പറയുന്നുണ്ട്. അതിന് മാത്രം വലിയ വലിപ്പമാണ്. എന്നാൽ ഉത്തർപ്രദേശ് 10 കോടി കൊടുത്തിട്ടുണ്ട്, മധ്യപ്രദേശ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മഹാരാഷ്ട്ര കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഇവിടുത്തെ BJPക്കാർ പോലും പറയുന്നില്ല. അതാണ് വളരെ അത്ഭുതകരമായിരിക്കുന്നത്. യോഗിക്ക് നാളെ പരിവാരങ്ങളുമായിട്ട് അവിടെ വന്ന് നോക്കാം. ആരും ഒന്നും പറയാൻ പോകുന്നില്ല. ആർക്കും ഒന്നും പറയാനുള്ള യാതൊരു വോയിസും ഇല്ല. കാരണം മമ്മൂട്ടിക്ക് പോയി കാണാമെങ്കിൽ, സാധാരണ ഒരു വ്യക്തിക്ക് നികുതി കൊടുക്കുന്ന ഒരു ആൾക്ക് പോയി കാണാമെങ്കിൽ ഉത്തർപ്രദേശുകാരനും തീർച്ചയായിട്ടും പോയി കാണാം. ഇവരാണ് ചെയ്യുമല്ലോ. ഇപ്പോൾ പണ്ട് ഗുജറാത്തിൽ ഭൂകമ്പം വന്ന് കുറേ വീടുകളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഇവിടുത്തെ ലീഗുകാർ അതിൻ്റെ പേരിൽ പിരിവെടുത്തവിടെ ഒരു ഗ്രാമം ദത്തെടുക്കുകയോ പറച്ചിലാണ്, കുറച്ച് വീടൊക്കെ വെച്ചു കൊടുക്കുകയോ ചെയ്തു. അതിൻ്റെയൊക്കെ ഫോട്ടോകൾ എന്തുമാത്രം ഇവർ പ്രചരിപ്പിച്ചിരിക്കുന്നു രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ട്. അവിടെ ഈ ലീഗ് നേതാക്കൾ പോവുകയും താക്കോൽ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടില്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ BJP പക്ഷേ ഇതുവരെ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. ചെയ്താലും ഇവർക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല. അതാണ് ഈ യാഥാർത്ഥ്യം. പിന്നെ മമ്മൂട്ടി വളരെ ബുദ്ധിപരമായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളാണ് ഇത് നിർമ്മിക്കുന്നത്, ജനങ്ങൾ നിർമ്മിക്കുന്നതാണ് ഞാൻ കാണാൻ വന്നത്, അല്ലാതെ പിണറായി സർക്കാർ എന്ന് പറഞ്ഞില്ല. കൈരളിയുടെ ചെയർമാനായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്ന് ഓർക്കണം, ഇടതുപക്ഷ അനുഭാവിയാണ് എന്ന് ഓർക്കണം. പക്ഷേ അപ്പോഴും മമ്മൂട്ടി പറഞ്ഞത് ജനങ്ങളാണ് ഇത് നിർമ്മിക്കുന്നത്, ജനങ്ങൾ നിർമ്മിക്കുന്നതാണ് ഞാൻ വന്ന് കണ്ടത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പോയി സന്ദർശനം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ
ഒരുപക്ഷെ ആരാധന കൊണ്ടാവാം, അല്ലെങ്കിൽ ഇതൊരു പാർട്ടി പരിപാടിയാക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവ്വം AK സെൻറ്ററിൽ നിന്ന് കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് അയാൾ ആ വേഷം കെട്ടിയതാവാം. മമ്മൂട്ടി പോകുന്നിടത്തല്ല നിന്ന് ഓരോന്ന് പറയുകയും ആളാവാൻ നോക്കുകയൊക്കെ ചെയ്തു. ഒടുവിൽ മമ്മൂട്ടിക്ക് തന്നെ പറയേണ്ടി വന്നു, നിങ്ങൾ എന്തിനാണ് എപ്പോഴും എന്നെ ഒട്ടി നിൽക്കുന്നതെന്ന്. അത് മമ്മൂട്ടിയെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഇനി ഇവരാരും പോകില്ല കേട്ടോ. അതായത് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയും പോകില്ല, കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ജില്ലാ പ്രസിഡൻറ്റോ ഒന്നും പോകില്ല. യോഗിയാണ് വരുന്നതെങ്കിൽ യോഗിയെ തടയാനും ഇവർക്കാവില്ല. കാരണം 10 കോടി കൊടുത്താണ്. ഇപ്പോൾ ഞങ്ങൾ കൂടി കൊടുത്തിട്ടുള്ള പണമാണ്. അപ്പോൾ അതിൻ്റെ കണക്ക് വെച്ചിട്ട് 33 വീടെങ്കിലും ഇവിടെ പണിയണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നും പറയാനാവില്ല. സത്യത്തിൽ അങ്ങനെ വന്ന് വിവാദമാക്കണം എങ്കിലേ ഈ ദേശാഭിമാനി മാത്രം വായിക്കുന്ന കുറേ മണ്ടൻ കമ്മികളുണ്ട്, അവർ ഈ സത്യം അറിയൂ. BJP ശരിക്കും ചെയ്യേണ്ടത് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഇവിടെ കൊണ്ടുവരണം, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി കൊണ്ടുവരണം, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കൊണ്ടുവരണം. ഒന്നും ഒരു മലയാളിക്കും പറയാൻ പറ്റില്ല. അവരൊക്കെ 3 കൂട്ടരും കൂടി 40 കോടിയാണ് കൊടുത്തത്. 40 കോടിക്ക് എത്ര വീട് പണിയാമെന്ന് ആലോചിച്ച് നോക്കുക. ഏതാണ്ട് 133 വീടിന് മുകളിൽ പണിയാം, അത്രയും പണം ഉണ്ടെങ്കിൽ. അവിടെ മുഴുവൻ പണിയുന്നത് ഏതാണ്ട് 400 വീടാണ്. അപ്പോൾ ഇതവർ കൊടുത്തത്. ഇനി ലീഗ് കൊടുത്ത വേറെ വീട്, കർണാടക കൊടുത്ത വേറെ വീട്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി സർക്കാർ ഇപ്പോൾ വല്ലതും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ വേണ്ട രീതിയിൽ കൃത്യമായിട്ട് ചെയ്യുകയും വിവാദമാക്കുകയും ഒക്കെ ചെയ്താലേ ആളുകൾ സത്യം അറിയും. ചില സമയത്ത് വിവാദം കൊണ്ടുള്ള ഗുണം അതാണ്, മനസ്സിലായോ? ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഇവിടുത്തെ രാജീവ് ചന്ദ്രശേഖർ ചെയ്യേണ്ടത് യോഗിയെ കൊണ്ടുവരികയാണ് അവിടെ ചെയ്യേണ്ടത്. അടുത്തതായിട്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫഡ്നാവിസിനെ കൊണ്ടുവരണം, പിന്നെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയെ കൊണ്ടുവരണം. വിവാദമാവണം. ഇവർ ചോദിക്കും എന്തിനു വന്നു, അപ്പോൾ അവർക്ക് പറയാം ഞങ്ങൾ 10 കോടി കൊടുത്തിട്ടുണ്ട്, അത് എന്തായി, കേരള സർക്കാർ അത് വെച്ച് എന്ത് ചെയ്തു എന്ന് ഞങ്ങൾക്ക് അറിയണം, അതിന് വന്നതാണ് എന്ന് പറയണം. പക്ഷേ ഇലക്ഷൻ സമയമാണ്. വിവാദമാക്കി ജനങ്ങളെ അറിയിക്കുന്നതും ഒരു കലയാണ്, കഴിവാണ്. സമയം ഇനിയും അതിക്രമിച്ചിട്ടില്ല.